ചമ്പാട് എന്ന പ്രദേശത്താണ്. ഇപ്പോൾ ഏകദേശം കഴിഞ്ഞ റമദാനിൽ നമ്മളൊരു പള്ളി ഉദ്ഘാടനം അവിടെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ ഞാൻ ചോദിക്കുന്നത് നമ്മളെ ഉളുഹിയത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ഏകദേശം 10ഓളം ഒരു പ്രാവശ്യം അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ചില ആൾക്കാർക്കൊരു സംശയമുണ്ട്, നമ്മളെ ഒരു മൗലവി ഇപ്പോൾ വല്ലാണ്ട് പ്രചരിപ്പിക്കുന്നുണ്ട്, ഖുർആനിലും ഹദീസിലൊന്നും ഈ അറിവുമായി ബന്ധപ്പെട്ടൊന്നും ഇല്ല, അത് ആവശ്യമില്ല, അതിൻ്റെ ഒരു നിജസ്ഥിതി അറിയാൻ വേണ്ടിയാണ്. അസ്സലാമു അലൈക്കും. മൃഗത്തിന്റെ കഴുത്തിൽ കത്തിവെച്ചിട്ട് ചീറ്റുന്ന രക്തത്തിൽ തൃപ്തിപ്പെടുന്നവൻ അല്ലാഹു എങ്കിൽ നിങ്ങൾക്ക് അല്ലാഹുവിനെ മനസ്സിലായിട്ടില്ല. അങ്ങനെ ഒരു മൃഗത്തിന്റെ കഴുത്തിൽ കത്തിവെച്ച് ചീറ്റുന്ന രക്തത്തിൽ തൃപ്തിപ്പെടുന്ന ഒരു ദൈവത്തെ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ആ സങ്കല്പം നിങ്ങൾ അങ്ങ് ഒഴിവാക്കണം. ഇത് ആർക്കൊക്കെയോ ഉപജീവിക്കുന്നതിന് വേണ്ടി പഴയ ഗോത്ര ആചാരം ഇസ്ലാമിലേക്ക് അടിച്ചേൽപ്പിച്ചതാണ്. ഖുർആനിലില്ല, ഇസ്ലാമിലില്ല, പ്രവാചകൻ അറുത്തിട്ടില്ല. ഈ ബലിയറക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ബലിയറക്കുക എന്ന കലാപരിപാടി ഇസ്ലാമികമല്ല, അത് ഗോത്ര ആചാരമാണ്, മുആവിയയുടെ ഗോത്ര ആചാരമാണ്. ആ ആചാരത്തെ അങ്ങനെ തന്നെ ഇസ്ലാമിന്റെ പേര് നടപ്പിലാക്കിയതാണ്. കേട്ടല്ലോ സഹോദരങ്ങളെ, ഇപ്പൊ വ്യാപകമായ നിലക്ക് പ്രചരിപ്പിക്കുന്ന ഒരു സംഗതിയാണിത്. ഈ മൗലവി ഈ നിലക്കുള്ള ചില പ്രചാരണങ്ങൾ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. ഇസ്ലാമിനെ സംബന്ധിച്ച് കൃത്യമായ അവബോധമില്ലാത്ത, അല്ലെങ്കിൽ ദീനിനെ കുറിച്ചുള്ള ABCD കൃത്യമായി അറിയാത്ത ആളുകൾ പറയണ ഈ മൗലവി ഭയങ്കര സംഭവമാണ്, ഇയാൾ വലിയൊരു പരിഷ്കരണവാദിയാണ് എന്ന നിലക്കൊക്കെയാണ് ഇത് പ്രചരിപ്പിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാനിത് വിശദമായി പറയുന്നില്ല, വിശദമായി പറയാൻ നമുക്ക് കഴിയും. പക്ഷെ ഷോർട്ടായിട്ട് വളരെ പ്രധാനമായും ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മദ്രസ വിദ്യാർത്ഥികൾക്ക് പോലും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ മൗലവി ഈ നിലക്ക് പ്രചരിപ്പിക്കുകയും ആശയക്കുഴപ്പം ഉണ്ടാക്കുകയും ചെയ്യുന്നത്. ഇത് ബോധപൂർവമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സത്യത്തിൽ ഈ മൗലവി ഇസ്ലാം വിരുദ്ധരുടെ കയ്യിലെ കളിപ്പാവയാണ്. ഇയാൾക്ക് ഖുർആൻ എന്താണ് ഇത്തരം വിഷയങ്ങളിൽ പറയുന്നത് എന്ന് കൃത്യമായി അറിയില്ല എന്നത് ഒരു വസ്തുതയാണ്. മാത്രമല്ല, അറബി ഭാഷയെ സംബന്ധിച്ചോ അറബി ഗ്രാമറിനെ സംബന്ധിച്ചോ ഇയാൾക്ക് അറിയൂല. അത് ഞാനിവിടെ തെളിയിക്കാൻ പോവുകയാണ്. എന്താ പറഞ്ഞത്? ഖുർആനിൽ ബലിയില്ല, ബലികർമ്മമില്ല, അത് ഗോത്ര നിയമമാണ്. ഇയാൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, വിശുദ്ധ ഖുർആനിനെ മനസ്സിലാക്കിയ അതിൻ്റെ പ്രൈമറി ഓഡിയൻസായ സഹാബത്ത്, ആ സഹാബത്തിനെ ചോദ്യം ചെയ്യുകയും അവർ വിശ്വാസയോഗ്യരല്ല എന്ന നിലക്ക് പ്രചരിപ്പിക്കുകയും ചെയ്ത് അവരിൽ സംശയമുണ്ടാക്കുക. എന്നാൽ പിന്നെ ഖുർആൻ നിവർത്തി വെച്ച് തോന്നിയ അർത്ഥം പറയാലോ. ഞാൻ ഇയാളെ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി, അതോടൊപ്പം രസകരമായൊരു സംഗതി തോന്നിയത് എന്താണെന്നറിയോ? മൃഗബലി ഖുർആനിലില്ല, ഇസ്ലാമിലില്ല എന്ന് പറയാൻ വേണ്ടി ഇയാൾ തെളിവോതിയ ഒരായത്ത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹജ്ജിലെ 37ാമത്തെ ആയത്താണ്. ആ ആയത്ത് ഇങ്ങനെയാണ്: ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു അത്തഖ്വാ മിൻകും. നിങ്ങൾ ബലിയറുത്ത് കഴിഞ്ഞാൽ ആ ബലിമൃഗത്തിൻ്റെ മാംസമോ രക്തമോ അള്ളാഹുവിലേക്ക് എത്തുകയില്ല, മറിച്ച് നിങ്ങളുടെ ഹൃദയാന്തരങ്ങളിലുള്ള തഖ്വയാണ് അള്ളാഹുവിലേക്ക് എത്തുന്നത് എന്ന് പറയുന്ന ബലിയെ സംബന്ധിച്ച് വളരെ പ്രധാനമായ 2 കാര്യങ്ങൾ, 2 നിയമങ്ങൾ പഠിപ്പിക്കുന്ന ആയത്ത് തന്നെ എടുത്തുദ്ധരിച്ചിട്ട് ഇയാൾ പറയാണ് ബലികർമ്മം ഇസ്ലാമിലില്ല. എന്താ ഇവിടെ പറയുന്നത്? ജാഹിലിയ കാലഘട്ടത്തിൽ ബലി ഉണ്ടായിരുന്നു, മൃഗബലി ഉണ്ടായിരുന്നു. അപ്പം ആ ബലി നടത്തുമ്പോൾ അവരെന്തു ചെയ്യും? ആ ബലി നടത്തിയ ഉരുവിൻ്റെ മാംസവും രക്തവും ഒക്കെ പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് എറിഞ്ഞു പിടിപ്പിക്കുന്ന തെറ്റായ ഒരു ധാരണ അവിടെ നിലനിന്നിരുന്നു. ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ കഴിയും. അപ്പം ഇത് കണ്ടപ്പോൾ മുസ്ലിമീങ്ങളിൽ ചില ആളുകൾ പറയാണ്, അതൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് ചെയ്യാൻ ഏറ്റവും അർഹർ ഞങ്ങളല്ലേ, അപ്പം ഞങ്ങൾ അങ്ങനെ ചെയ്യട്ടെ എന്ന് പറയുമ്പോഴാണ് ഈ ആയത്ത് തന്നെ അവതരിക്കുന്നത്. അതായത് ബലികർമ്മവുമായി ബന്ധപ്പെട്ട് തെറ്റായ ഒരു ചിന്താഗതിയെ തിരുത്താൻ വേണ്ടി അവതരിപ്പിക്കുന്ന വചനം എടുത്തുകൊണ്ട് പറയാണ് ബലികർമ്മല്ല.
അതേപോലെ തന്നെ ബലികർമ്മം നിർവഹിക്കുമ്പോൾ രക്തദാഹിയായ ഒരു ദൈവത്തെയല്ല ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. ബലിയറുക്കുമ്പോൾ ആ ബലിമൃഗത്തിൻ്റെ മാംസമല്ല അള്ളാഹുവിലേക്ക് എത്തുന്നത്, അതൊക്കെ സാധുക്കൾക്ക് വിതരണം ചെയ്യേണ്ടതാണ്. റബ്ബ് നോക്കുന്നത് മനുഷ്യരുടെ ഹൃദയത്തിലേക്കാണ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട നിയമം പഠിപ്പിക്കുന്ന ആയത്ത് തന്നെ കൊണ്ടുവന്നിട്ട് പറയാണ് ബലിയില്ലാതെ ഗോത്ര നിയമമാണ് എന്നും. എന്തൊരു വിരോധാഭാസമാണ്! നിങ്ങൾ വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ച് നോക്കൂ. ഞാൻ ഇയാളെപ്പോലെയുള്ള ആളുകളുടെയൊക്കെ ആശയങ്ങളിൽ പെട്ട് ഇതൊക്കെ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ആരെങ്കിലും ഓൺലൈനിലോ അതല്ലെങ്കിൽ ഈ സദസ്സിലോ എന്നെ ശ്രവിക്കുന്നവരുണ്ടെങ്കിൽ അവരോട് പറയാണ്, അള്ളാന്റെ കിതാബിൽ 6ഓളം സ്ഥലങ്ങളിൽ ബലിയുണ്ട്, മൃഗബലിയുണ്ട് എന്നത് തെളിയിക്കാൻ, അത് പരാമർശിക്കുന്ന ആയത്തുകളുണ്ട് എന്ന് എനിക്ക് പറയാൻ കഴിയും. അത് തെളിയിക്കാനും കഴിയും. ഞാൻ ഇയാളെ വെല്ലുവിളിക്കുകയാണ്. അത് തെളിയിക്കാൻ കഴിയും. വിശുദ്ധ ഖുർആൻ കൊണ്ട് കഴിയും, ചരിത്രം കൊണ്ട് കഴിയും, അറബി ഭാഷ കൊണ്ട് കഴിയും. 1-2 സാമ്പിളുകൾ മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ കേൾപ്പിക്കുകയാണ്. ഇയാൾ പറഞ്ഞത് ഏതാണ്? ഖുർആനിലെ സൂറത്ത് ഹജ്ജിലെ 37-ാമത്തെ ആയത്തല്ലേ? ആ ആയത്തിൻ്റെ തൊട്ടുമീതെയുള്ള എന്ന് പറഞ്ഞാൽ 36-ാമത്തെ ആയത്ത് നമ്മളെടുത്ത് പരിശോധിച്ചാൽ, അതല്ലെങ്കിൽ ആയത്ത് നമ്പർ ചിലപ്പോൾ മാറിയിട്ടുണ്ടാകാം, ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തൊട്ട് മീതെയുള്ള ആയത്ത് എടുത്ത് പരിശോധിച്ചാൽ അവിടെ ബലിയുണ്ട്. ഇയാൾ പറയുന്നത് സമർപ്പണാണ് അത്ര ബലി. മൃഗബലിയെ സംബന്ധിച്ച് തന്നെ അല്ലാഹ് പറയുന്നുണ്ട്. ഇതാ കേട്ടോ, ഞാൻ പറയാം, ഞാൻ ആയത്തോതാം. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, സൂറത്തുൽ ഹജ്ജിൽ, വൽ ബുദ്ന ജഅൽനാഹാ ലക്കും മിൻ ശആഇരില്ലാഹ് ലക്കും ഫീഹാ ഖൈർ ഫദ്കുറു ഇസ്മല്ലാഹി അലൈഹാ സവാഫ. അല്ലാഹ് പറയുന്നത് വൽ ബുദ്ന. എന്താ ബുദ്ന എന്ന് പറഞ്ഞു? വൽ ബുദ്ന എന്താ ഈ ബുദ്ൻ? ഈ മൗലവി പറയട്ടെ എന്താണ് അതിൻ്റെ ആശയം. വൽ ബുദ്ന എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബലിമൃഗമാണ്, പ്രധാനമായും ഒട്ടകത്തെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബുദ്ന എന്ന് പറഞ്ഞാൽ ബഈർ, ബഖർ, ആട് അതിൽ പെടുകയില്ല. ഈ ബലിമൃഗത്തെ ജഅൽനാഹ നാം അതിനെ നിശ്ചയിച്ചിരിക്കുന്നു, ലക്കും നിങ്ങൾക്ക് വേണ്ടി, മിൻ ശആഇരില്ലാഹ് അള്ളാഹുവിൻ്റെ മതത്തിൻ്റെ ഒരു ചിഹ്നമായി അതിനെ നാം നിശ്ചയിച്ചിരിക്കുന്നു എന്ന് ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്. എന്നിട്ട് അള്ളാഹ് പറയുന്നുണ്ട്, ലക്കും ഫീഹാ ഖൈർ, നിങ്ങൾക്കതിൽ ധാരാളം നന്മകളുണ്ട്. ഇനി പറയുന്ന വാചകം ശ്രദ്ധിച്ചോ, എന്താ അള്ളാഹ് പറയുന്നത്? ഫദ്കുറു ഇസ്മല്ലാഹി അലൈഹാ സവാഫ, നിങ്ങൾ ആ ബലിമൃഗങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ നാമങ്ങളെ അണിയണിയായി നിർത്തി സ്മരിക്കുക. എങ്ങനെയാണ് ഈ ബലിമൃഗങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ നാമത്തെ സ്മരിക്കൽ? ഏതെങ്കിലും ഒട്ടകങ്ങളുടെ ആലയിൽ പോയിട്ട് സുബ്ഹാനല്ലാഹ് അല്ലാഹു അക്ബർ എന്ന് പറയലാണോ? എന്ത് വിഡ്ഢിത്തരമാണ് ഈ മൗലവി പറയുന്നത്? എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അള്ളാഹുവിൻ്റെ നാമം പ്രകീർത്തിച്ചുകൊണ്ട് ആ ബലിമൃഗങ്ങളെ അണിയണിയായി നിർത്തി നിങ്ങൾ അറവ് നടത്തുക എന്നാണ് അവിടെ പറയുന്നത്. എന്നിട്ട് ഇനിയും പറയുന്ന അല്ലാഹ് എത്ര വ്യക്തമാണിത്. ഫഇദാ വജബത് ജുനൂബുഹാ, അത് വീണ് കഴിഞ്ഞാൽ, അത് ഭൂമിയിൽ വീണ് കഴിഞ്ഞാൽ, ഒട്ടകത്തെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഒട്ടകത്തെ എങ്ങനെ അറുക്കേണ്ടത്? ഒട്ടകത്തെ നിർത്തിയിട്ട് അറുക്കുക, അതിന് നെഹർ എന്നാ പറയാ. ആ ഒട്ടകത്തെ നിർത്തി അറുക്കുമ്പോൾ അത് ഭൂമിയിൽ വീണ് കഴിഞ്ഞാൽ ഫകുലു മിൻഹാ, നിങ്ങൾ അതിൽ നിന്ന് തിന്നുക. വഅത്ഇമുൽ ഖാനിഅ വൽ മുഅ്തർ, നിങ്ങൾ അതിൽ നിന്ന് സാധുക്കൾ ചോദിച്ചു വരുന്നവർ, യാചിക്കാതെ സംതൃപ്തി അടയുന്നവനും ആവശ്യപ്പെടുന്നവനും നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിപ്പിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. അപ്പോൾ ഈ സമർപ്പണത്തിൻ്റെ ബലി, അതായത് രക്തം ചിന്തുന്ന ബലിയില്ല എന്നാണല്ലോ ഇയാൾ പറയുന്നത്. പിന്നെന്താണ് ഇവിടെ തിന്നാൻ പറയുന്നത്? പിന്നെന്താണ് ഭൂമിയിലേക്ക് വീഴുന്നു എന്ന് പറയുന്നത്? പിന്നെ എന്താണ് ഇവിടെ ബലിമൃഗങ്ങളുണ്ടെന്ന് പറയുന്നത്? ഇത് അല്ലാഹുവിൻ്റെ കിതാബിലുള്ളതല്ലേ? അപ്പോൾ റബ്ബിൻ്റെ കിതാബിനെ വളച്ചൊടിച്ചുകൊണ്ട് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് ഈ മനുഷ്യൻ ഈ നിലക്കുള്ള ആശയങ്ങൾ പറയുന്നത്. സമാനമായ വേറെയും ആയത്തുകളുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല, സമയം വളരെ പരിമിതമാണ്. ഇനി ഒരൊറ്റ ആയത്തും കൂടെ ഞാൻ പറയാം. നിങ്ങൾ നോക്കൂ, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന് സ്വപ്ന ദർശനമുണ്ടായി. ഖലീലുർ റഹ്മാൻ, വലിയ ഒരു പരീക്ഷണമായിരുന്നു അത്. ആ ബലി നടപ്പാക്കാൻ വേണ്ടി അദ്ദേഹം തയ്യാറെടുക്കുന്ന രംഗം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്. അവിടെ എന്താ? ഫലമ്മാ അസ്ലമ, അവർ രണ്ടുപേരും, വാപ്പയും മോനും, അള്ളാഹുവിൻ്റെ വിധിക്ക് കീഴൊതുങ്ങി. എന്നിട്ട് ബലി നടപ്പാക്കുന്നത് എങ്ങനെയാണെന്നറിയോ? വതല്ലഹു ലിൽ ജബീൻ, നെറ്റിത്തടം ഭൂമിയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ടാണ്
ബലിയെറുക്കാൻ വേണ്ടി കിടന്നു കൊടുക്കുകയാണ് വാപ്പാൻ്റെ മുമ്പിൽ. ഇയാൾ പറയുന്നത് പോലെ ഇങ്ങനെയുള്ളൊരു ബലിയേ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നെറ്റിത്തടം ഭൂമിയിലേക്ക് ചെരിച്ച് വെച്ച് പിതാവിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒതുങ്ങിക്കിടന്നു കൊടുത്തത്? എന്നിട്ട് അള്ള പറയുന്നു വനാദൈനാഹു അയ്യ ഇബ്രാഹിം. അവിടെ വെച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അള്ള വിളിക്കുന്നുണ്ട്. എന്നിട്ട് മകനെ അറുക്കേണ്ടതില്ല, പകരം വഫദൈനാഹു ബിദിബ്ഹിൻ അളീം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, പകരം നാം ഒരു മഹത്തായ ബലിമൃഗത്തെ അദ്ദേഹത്തിന് പകരമായി നൽകി. ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ 6ഓളം സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടും ഇയാൾ സമൂഹത്തിൻ്റെ മുമ്പിൽ പറയാണ് അതൊക്കെ ഗോത്ര നിയമമാണ് എന്ന്. ഇനി മാത്രമല്ല സഹോദരങ്ങളെ, അറബി ഭാഷ ഇയാൾക്ക് അറിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാനത് ബോധപൂർവം പറഞ്ഞതാണ്. ഞാൻ ഇയാളെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും വിശുദ്ധ ഖുർആനിൻ്റെ ഏതെങ്കിലും ഒരു തഫ്സീർ എടുത്തിട്ട് ആധുനികരായ മുഫസ്സിരീകളാകട്ടെ പൗരാണികരായ മുഫസ്സിറുകളാകട്ടെ ഏതെങ്കിലും ഒരു മുഫസ്സിർ അള്ളാഹുവിൻ്റെ കിതാബിലെ ഈ ആയത്തുകൾ ഉദ്ധരിച്ചിട്ട് മൃഗബലി ഖുർആനിലില്ല എന്ന് രേഖപ്പെടുത്തി വെച്ചത് കാണിച്ചു തരാൻ ഈ മൗലവിക്ക് സാധ്യമാണോ? എങ്കിൽ നിങ്ങളത് കാണിക്കണം. വായി തോന്നിയ അർത്ഥം പറയാ, യാതൊരു മാനദണ്ഡമല്ല, ഒന്നുമില്ല, തോന്നിയ വ്യാഖ്യാനം. ഇനി നോക്കൂ, നിങ്ങൾ ഭാഷയുടെ പിൻബലം പോലുമില്ല. അപ്പം ഞാൻ പറയാം, നിങ്ങൾക്ക് ചിലപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയും, പിന്നെ ഭാഷാപരമായ ഏറ്റവും പ്രധാനപ്പെട്ട 1-2 നിഘണ്ടുകൾ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. എന്താണ് ഈ ഉലുഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ? ഇതാ നിങ്ങൾ കാണാൻ പോകുന്നത് അസ്സിഹാഹ് എന്ന് പറയുന്ന അതിൻ്റെ അതൊന്ന് കാണിച്ചു കൊടുക്കുക. ഇതാ നിങ്ങൾ കാണാൻ പോകുന്നത് അസ്സിഹാഹ് എന്ന് പറയുന്ന ഏറ്റവും പ്രസിദ്ധമായ പൗരാണികമായ ഒരു ഭാഷാ നിഘണ്ടുവാണ്. ഇമാം ജൗഹരിയുടെ വളരെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ്. ഇതിൻ്റെ 6ാം വാല്യം 2407 പേജിൽ നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, എന്താ അറിയോ, ഇതൊക്കെ സാധാരണക്കാരായ ആളുകൾ വലിയ സംഭവമായിട്ട് കൊണ്ടു നടക്കുകയാണ്. അറബി ഭാഷ അറിയില്ല എന്നാണ് ഞാൻ പറയുന്നത്. നോക്കൂ നിങ്ങൾ, ലഹ്ഹാ ബിശാത്തിൻ മിനൽ ഉലുഹിയ്യ. ഉലുഹിയ്യത്ത് അതിൻ്റെ ക്രിയ പറയാണ്. ലഹ്ഹാ ബിശാത്തിൻ, ഒരാടിനെ ഉലുഹിയ്യത്ത് ചെയ്തു, അതല്ലെങ്കിൽ ലഹ്ഹാ ബിശാത്തിൻ മിനൽ ഉലുഹിയ്യ. ഉലുഹിയ്യത്ത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ? വഹിയ ഷാത്തുൻ തുദ്ബഹു യൗമൽ അൽഹാ. എന്താ ഉലുഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ? വഹിയ ഷാത്തുൻ, അത് ഒരാടാണ്. ആ ആടിനെ തുദ്ബഹു അറുക്കപ്പെടുന്നു യൗമൽ അൽഹാ, ഈദുൽ അൽഹാ ദിവസം അറുക്കപ്പെടുന്ന ആടിനാണ് എന്ത് പറയാ? ഉലുഹിയ്യത്ത് എന്ന് പറയാ. ഭാഷാ നിഘണ്ടുവിലാണ് നിങ്ങൾ കാണുന്നത്. ഇത് സമർപ്പണമാണോ? ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് മഖായീസുൽ ലുഗ, ലോകത്ത് പ്രസിദ്ധമായി അറിയപ്പെടുന്ന മറ്റൊരു ഭാഷാ നിഘണ്ടുവാണ്. ഈ ഭാഷാ നിഘണ്ടു ഇബ്നു ഫാരിസിൻ്റെതാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഭാഷാ നിഘണ്ടുവിൽ 3ാം വാല്യം 392 പേജിൽ കാണാം. ഉലുഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ വ ഇന്നമാ സുമ്മിയത്ത് ബിദാലിക്, ഉലുഹിയ്യത്ത് എന്ന് അതിന് പേര് വരാൻ കാരണം لأن الذبيحة في ذلك اليوم لا تكون إلا في وقت إشراق الشمس. സൂര്യൻ ഉദിച്ചതിന് ശേഷം ലുഹാ സമയത്ത് അറുക്കപ്പെടുന്ന അറവനാണ് ഉലൂഹിയ്യത്ത് എന്ന് ഭാഷയിൽ പറയുക എന്ന് ഭാഷാ നിഘണ്ടുവിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്ത് മാനദണ്ഡ ഈ മുസ്തഫ മൗലവിക്കുള്ളത്? നിങ്ങൾ നോക്കി, എത്ര ഭാഷ നിഘണ്ടുകൾ നമുക്ക് കാണാം. ഒരൊറ്റ സാമ്പിളും കൂടെ നിങ്ങൾ കേട്ടോ. ലിസാനുൽ അറബ് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല, ലോകത്തെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. അംഗീകരിക്കുന്ന ഭാഷാ നിഘണ്ടുവാണിത്. ലിസാനുൽ അറബിൽ കാണാം, അതിൻ്റെ 14ാം വാല്യം 477 പേജിൽ കാണാം അല്ലഹിയ്യ അശ്ശാത്തുല്ലതി തുദ്ബഹു ലഹ്വതൻ. ലുഹാ സമയത്ത് അറുക്കപ്പെടുന്ന ബലിമൃഗത്തിന്, ആടുപോലെയുള്ള ബലിമൃഗത്തിനാണ് എന്ത് പറയാ? ഉലൂഹിയ്യത്ത് അല്ലഹിയ്യത്ത് എന്നൊക്കെ പറയുന്നത് എന്ന് അദ്ദേഹം വരെ രേഖപ്പെടുത്തി വെച്ചു. എന്നിട്ട് പറയാണ് അത് സമർപ്പണമാണ്, ഉരുവിനെ അറുക്കുന്ന സമ്പ്രദായമില്ല. ഇനി ചരിത്ര ഗ്രന്ഥങ്ങളിലേക്ക് വരികയാണെങ്കിൽ അത് വേറുണ്ട്, സമയമില്ല, അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ചരിത്ര ഗ്രന്ഥങ്ങൾ ഇയാൾ പറഞ്ഞത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൈകൊണ്ട് 63 ഒട്ടകങ്ങളെ അറുത്തു എന്നുള്ളത് പച്ചക്കളവാണെന്ന് പറഞ്ഞ് ഇമാം ബുഖാരിയുടെ റിപ്പോർട്ടിനെതിരെ കുതിര കയറി സംശയം ജനിപ്പിക്കുന്നുണ്ട്. ഈ മൗലവിയോട് ഞാൻ പറയുന്നു, നിങ്ങൾ പറയുന്നു ബുഖാരി റിപ്പോർട്ട് ചെയ്തതാണെന്നല്ലേ? പച്ചക്കളവാണിത്. ബുഖാരിയിൽ അങ്ങനെ റിപ്പോർട്ട് തന്നെ ഇല്ല.
ആ റിപ്പോർട്ട് ഉള്ളത് മുസ്ലിമിലാണ്. എന്നാൽ ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ വരുന്നതിന് മുമ്പ്, വളരെ മുമ്പ് തന്നെ, ഇമാം ബുഖാരിയുടെ 100 കൊല്ലം മുമ്പ് ജീവിച്ച ഏകദേശം വളരെ പ്രസിദ്ധമായ തഫ്സീർ ഗ്രന്ഥമാണ് തഫ്സീർ യഹ്യ ഇബ്നു സല്ലാം. ആ തഫ്സീർ ഗ്രന്ഥത്തിൽ കാണാം, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 63 ഒട്ടകങ്ങളെ അറുത്തു എന്ന്, നഹറ മിൻ ബുദ്നിഹി ബിയദിഹി 63 എന്ന് ആ ചരിത്ര ഗ്രന്ഥത്തിൽ കാണാം. അതേപോലെ വേറെയും ഒരുപാട് ചരിത്ര ഗ്രന്ഥങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇയാൾക്ക് ഖുർആൻ അറിയില്ല, ചരിത്രത്തിൻ്റെ പിൻബലം ഇയാൾക്കില്ല, ഭാഷയുടെ പിൻബലം ഇയാൾക്കില്ല. ഇതൊന്നുമില്ലാതെ ഖുർആൻ നിവർത്തി വെച്ച് തോന്നിയ അർത്ഥം പറഞ്ഞ് ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് സന്തോഷവും അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യുന്ന വ്യാഖ്യാനങ്ങൾ നടത്തി ഗൂഢമായ നിലക്ക് മുസ്ലിം സമുദായത്തിൻ്റെ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലുമൊക്കെ സംശയമുണ്ടാക്കുന്ന ഒരു ഏർപ്പാടാണ് ഈ മൗലവി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇയാളൊക്കെ കേൾക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് എന്താ അറിയോ? ഏതെങ്കിലും ഒരു പ്രഭാഷണം കേൾക്കുമ്പോൾ ഇത് വലിയ സംഭവമാണെന്ന് പറഞ്ഞ് നടക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. മറിച്ച് അതൊന്ന് വൈജ്ഞാനികമായ നിലക്ക് പഠിക്കാനും മനസ്സിലാക്കാനും നിങ്ങളെ ഓരോരുത്തരും തയ്യാറാകണമെന്ന് മാത്രമാണ് ഇത്തരം ശുബ്ഹാത്തുകളുമായി ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ പഠനങ്ങൾ നമുക്ക് പിന്നീട് ലഭ്യമാകും. ഞാൻ ചുരുക്കി പറയാണ്, ഇത് തികഞ്ഞ വിവരക്കേട് മാത്രമാണ് എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും.